ബുള്ളിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം നമ്മൾ നേരിട്ടുള്ളതിനെക്കാട്ടി ഇപ്പം ഏറ്റവും കൂടുതലുള്ളതാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. അപ്പം ലേ നേരിട്ടിട്ടുള്ള സൈബർ ബുള്ളിങ് അങ്ങനെ ഒരു അനുഭവം? തീർച്ചയായും. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ 2024 നമ്മൾ എത്തി നിൽക്കുക. അതെ. എന്നിട്ട് പോലും ഒരു പ്രോഗ്രസീവായിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇപ്പോഴും ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നു കഴിഞ്ഞു. അത് ന്യൂനപക്ഷ സമൂഹമായി നമ്മൾ മാത്രമല്ല, എല്ലാവരും എല്ലാ തലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു മാറ്റത്തെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഈ 2 ജെൻഡർ സ്ക്വാഡ്, മെല്ലു മിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ടോക്സിക്കായിട്ട് അവർ രണ്ട് ജെൻഡറിനെ അടയാളപ്പെടുത്തുന്നുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ. അതായത് മെയിൽ ഫീമെയിൽ അങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അവരെ മാത്രമേ അംഗീകരിക്കുള്ളൂ. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മളൊരു ജെൻഡർ ഐഡൻറ്റിറ്റി ആയിട്ട് മുന്നോട്ട് വരികയും നമ്മളുടേതായ ഇടം കണ്ടെത്തുകയും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യമാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഇടങ്ങളിലേക്ക് നമ്മൾ സക്സസ്ഫുൾ ആകുന്നു, നമ്മൾ പലയിടങ്ങളിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നു, പല മേഖലകളിലേക്ക് ഉയരങ്ങൾ കീഴടക്കുന്നു. അത് നോക്കിക്കാണുന്നത്, കണ്ണുകടിയോടെ നോക്കിക്കാണുന്ന ചില കൂട്ടം മനുഷ്യർ മാത്രമാണ് അവർ. പക്ഷേ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാറില്ല. നല്ല വളരെ മോശം ചീത്ത വാക്കുകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫാമിലി അടക്കം, നമ്മുടെ സഹോദരങ്ങളെ അടക്കം, നമ്മുടെ കൂടെയുള്ളവരെ അടക്കം വളരെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചാണ് അവർ പ്രകോപിപ്പിക്കുന്നത്. റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ സഭ്യമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ കൂടി കൃത്യമായിട്ടുള്ള വസ്തുത പറഞ്ഞാലും അവർ അതിനെ മോശവൽക്കരിച്ചുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പം സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള അവബോധം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അവബോധം കിട്ടിയിട്ടും അത് അംഗീകരിക്കില്ല എന്നുള്ളൊരു മനസ്ഥിതിയുള്ള ആളുകളാണ് ഇത്തരം ബുള്ളിങ്ങിലേക്ക് നമ്മളെ ഇതാക്കുന്നത്. പക്ഷേ അതിന് നമ്മൾ നോക്കിക്കാണുന്നത് വെറും പുച്ഛത്തോടെയാണ്. കാരണം പറഞ്ഞിട്ട് കാര്യം, ഇപ്പം വഴിയെ പോകുന്ന ഒരു പട്ടി, അതായത് ഒരു പേ പിടിച്ച നായ നമ്മളെ കടിക്കാൻ വരുമ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമുണ്ടോ? കല്ലെറിഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ നമ്മളെ മനസ്സിലാക്കി എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്വയമായിട്ട് എഡ്യൂക്കേറ്റഡ് ആവാൻ ശ്രമിക്കണം. അതും ശ്രമിക്കില്ല, എന്നാൽ അതിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും.